ഇപ്പം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് SFI മാർച്ചാണ്. അവിടെ യൂണിയൻ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതുവരെ അതിൻ്റെ യൂണിയൻ രൂപീകരിക്കാൻ VC വൈസ് ചാൻസലർ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി SFI പ്രതിഷേധത്തിലാണ്. ബാനറുകളൊക്കെ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു. മോഹൻ ഭാഗവതിനോട് താരതമ്യം ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം SFIയുടെ ഭാഗത്ത് നിന്ന് ചില ബാനറുകളൊക്കെ അവിടെ ഉയർന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും യൂണിയൻ രൂപീകരിക്കാൻ വൈസ് ചാൻസലർ അനുവദിക്കുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് രേഖകൾ അത് ലഭിക്കാതെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കാനാവില്ല എന്ന സത്യവാങ്മൂലം VC കോടതിക്ക് മുന്നിൽ നൽകിയെങ്കിലും കേസിൽ ഇതുവരെ വാദം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. VCയുടെ ചിത്രം ഉള്ള ബാനർ ഉയർത്തി കെട്ടാനുള്ള ശ്രമമാണ് SFIക്കാർ നടത്തുന്നത്. പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരുന്നു, പിന്നീട് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ബാരിക്കേഡ് ഫ്ലെക്സ് ബാനറും ഒക്കെ ഉയർത്തുകയാണ്. കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലറായ മോഹൻ കുന്നുമ്മൽ സർസംഘ ചാലകായി പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു SFIയുടെ ബാനർ. കേരള VCയെ കാണാനില്ല എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ SFIക്കാരുടെ പ്രതിഷേധം. സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, ജലപീരങ്കി പ്രയോഗമൊക്കെ കഴിഞ്ഞു, പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല, കൂടുതൽ പ്രതിഷേധിക്കുന്നു. പോലീസ് കൂടുതൽ എത്തുന്നുണ്ടോ? ദിവിഷ്, വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് SFI ഇന്നും നീങ്ങിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. കേരള VCയെ കാണാനില്ല എന്ന ഒരു ഫ്ലെക്സ് ബോർഡ് പ്രധാന കവാടത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന SFI പ്രവർത്തകരെയാണ് കാണാൻ കഴിയുന്നത്. ആദ്യ റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു, കുറെ അധികം സമയം ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ഈ ബാരിക്കേഡിന് മുന്നിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി SFI തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ SFI പ്രവർത്തകർ, ഏതാണ്ട് 200ഓളം വരുന്ന SFI പ്രവർത്തകരുണ്ട്. അവരൊക്കെ ആദ്യം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം AKG സെന്ററിൽ നിന്നും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോവുകയായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഈ SFI പ്രവർത്തകരുടെ കടന്നു വന്ന SFI പ്രവർത്തകരുടെ ഇടയിൽ കുറച്ചു നേരം പെട്ടു. അതിനുശേഷം പോലീസ് ഇടപെട്ടാണ് ആ വാഹന വ്യൂഹത്തെ കടത്തിവിട്ടത്. ഇപ്പോൾ രണ്ടാം റൗണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കുറെ അധികം വിദ്യാർത്ഥികൾ ഈ ബാരിക്കേഡ് ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. കുറച്ചധികം പേർ ബാരിക്കേഡ് ചാടിക്കടന്നിരിക്കുന്നു. അവരെല്ലാം തന്നെ പോലീസ് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് നിന്നും കസ്റ്റഡിയിൽ എടുക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നടന്നിരുന്നു. അതിൽ പ്രധാനമായും കേരള യൂണിവേഴ്സിറ്റിയിൽ യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി വൈസ് ചാൻസലറായിട്ടുള്ള മോഹൻ കുന്നുമേൽ അനുവദിക്കുന്നില്ല, അതിന് വേണ്ടുന്ന അനുമതി നൽകുന്നില്ല എന്നുള്ളതായിരുന്നു SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം തന്നെ വൈസ് ചാൻസലർ നിഷ്ഠൂരമായി SFIയോട് പെരുമാറുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ സമര പന്തൽ കെട്ടിക്കൊണ്ട് ഏതാണ്ട് 13 ദിവസത്തോളം സമരം ഇരിക്കുന്ന സ്ഥിതികളൊക്കെ നമ്മൾ കണ്ടതാണ്. തുടർന്ന് മിനിഞ്ഞാന്ന് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും പോലീസിന് ഒരു കത്ത് നൽകുകയുണ്ടായി. ഇപ്പോൾ ഏതായാലും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസുമായി വലിയ തോതിലുള്ള ഒരു ഉന്തും തള്ളും നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വീണ്ടും മൂന്നാം റൗണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. 2 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും SFI പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. പോലീസുമായി വലിയ തോതിലുള്ള ഒരു വാക്കേറ്റം, ഒരു സംഘർഷം കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നിന്നും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ സമീപകാലത്തൊന്നും തന്നെ ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ സമരം പന്തൽ കെട്ടി സമരത്തിൽ ആയിരുന്നു SFI ഉണ്ടായിരുന്നത്. ഏതാണ്ട് 13 ദിവസത്തോളം ആ സമരം നീണ്ടു. ഇന്നലത്തെ ദിവസം ഇതേപോലെ ഒരു ഫ്ലെക്സ് ബോർഡ് കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് പ്രധാന കവാടത്തിൽ അകത്തേക്ക് കയറി പോകുന്ന വഴിയിൽ പോസ്റ്ററും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫ്ലെക്സും SFI പതിച്ചിരുന്നു. അത് പോലീസ് എടുത്തു മാറ്റുകയാണ് ഉണ്ടായത്. അതോടൊപ്പം രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും ഈ സമരം ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്നൊരു ആവശ്യം പോലീസിനോട് രജിസ്ട്രാർ കത്ത് മുഖേന ആവശ്യപ്പെട്ട അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ SFIയുടെ സമരപ്പന്തൽ പൊളിക്കുന്നതിന് വേണ്ടി പോലീസ് തയ്യാറായത്. അതും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമായിരുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PM മാർഷ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇന്നലെയും ഈ സമയത്ത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഈ SFIയുടെ ഭാഗത്തു നിന്നും ഈ കോളേജ് ക്യാമ്പസിന് അകത്ത് ഉണ്ടായി. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായിരുന്നില്ല. അങ്ങനെ അവരെ 3
3-4 വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ആദ്യം ഇവിടെ സമരം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും കൂടുതൽ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കേരള VC കാണുവാനില്ല. അദ്ദേഹത്തിന്റെ മോഹൻ കുന്നുമലിന്റെ ആ ചിത്രം RSS നേതാവായിട്ടുള്ള മോഹൻ ഭാഗത്തുമായിട്ട് രൂപസാദൃശ്യമുള്ള രീതിയിലാണ് SFI ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെയും വീണ്ടും 4-5 റൗണ്ട് ജലപീരങ്കി ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നു. എന്നിട്ടും വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഈ ബാരിക്കേഡിന് മുന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരൊന്നും തന്നെ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ SFIയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ബാരിക്കേഡിനകത്താണ്. അവരെയെല്ലാം തന്നെ പോലീസ് അവിടെ വെച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് SFI നീങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും ഈ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധവും പോലീസിന്റെ ലാത്തിച്ചാർജ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കി. എങ്കിലും അവിടെ കൊണ്ടൊന്നും തന്നെ ഈ പ്രതിഷേധം അവസാനിച്ചിരുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ MG റോഡ് തടഞ്ഞുകൊണ്ട് SFIയുടെ ഭാഗത്തു നിന്നും വലിയൊരു പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു. ഏതാണ്ട് അരമണിക്കൂറിന് മുകളിൽ ആ MG റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ട ഒരു അവസ്ഥയും ഉണ്ടായി. പ്രതിഷേധമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കാണുന്നത്. VCക്കെതിരായ പ്രതിഷേധം പലതവണ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ മാറ്റാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം VCയുടെ ഓഫീസിലേക്ക് അകത്ത് അവരെ SFI പ്രവർത്തകർ കയറിയിരുന്നു. അത് സുരക്ഷാ വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും VC മോഹൻ കുന്നുമലിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാനർ കെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധ മാർച്ച് അവിടെ നടക്കുന്നത്.